ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇന്ന് അമേരിക്കയിൽ ഇസ്ലാമാണ്. ബൈബിൾ വായിച്ചപ്പം കൂടുതൽ കൺഫ്യൂഷൻസായി. ചർച്ചിൽ പറയുന്നത് ഹാവ് ഫെയ്ത്ത്, ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്. ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ അത് ആക്ച്വലി ബൈബിളിൽ ഇല്ല, പക്ഷെ എന്നാൽ ഖുറാനിലുണ്ട്. ബൈബിളിൽ ഇങ്ങനെയുള്ള കൈകടത്തലുകൾ കാണുമ്പോൾ അപ്പം തന്നെ ആൾക്കാർ ഓടിപ്പോത്തില്ല. നിങ്ങൾ ത്രിയേകത്വം എന്ന് പറഞ്ഞു പോകരുത്. ദൈവത്തിൻ്റെ മകൻ, പിന്നെ പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ഇത് എങ്ങനെ ഒന്നാവും? ഇതെല്ലാം കോംപ്ലിക്കേഷനായി. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ പേര് ഹാറൂൺ സേഠ്. ഞാൻ താമസിക്കുന്നത് ഷാർലറ്റ് എന്ന് പറയുന്ന സിറ്റി, നോർത്ത് കാരോലൈന, അമേരിക്കയിൽ. ഞാനിവിടെ വന്നിട്ട് 26 കൊല്ലമായി. 1999 ഞാനിവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് എക്സ്പീരിയൻസാണ് ഞാൻ ദഅവ പ്രവർത്തനവും അതേപോലെ തന്നെ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഉള്ളത്, പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇവിടുത്തെ പല കാര്യങ്ങളും, എസ്പെഷ്യലി ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഇൻ്റർഫെയ്ത്ത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ വേറെയും കാര്യങ്ങൾ ചെയ്യും, പക്ഷേ മെയിൻലി ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ വിതിൻ റിലീജിയസ് സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ഫാക്റ്റ്. ഓക്കെ, അതായത് ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഫെയ്ത്ത് ഇൻ ദ ഹോൾ വേൾഡ്. ഓക്കെ, ഇന്ന് ഇസ്ലാമിനെ കുറിച്ച്, അതായത് ഞാനിവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ 1999 എൻഡിൽ വന്ന്, സെപ്റ്റംബറോ നവംബറോ ആണ് ഇവിടെ വന്ന് അത് കഴിഞ്ഞ് 2001 ഈ 9/11 സംഭവം ഉണ്ടായി. മറ്റേ ന്യൂയോർക്കിൽ ആ 2 കെട്ടിടങ്ങൾ പ്ലെയിൻ ഇടിച്ച് തകർന്നു. ആ സംഭവം ഉണ്ടായി. ആ സമയം ഉണ്ടായപ്പോൾ അത് കഴിഞ്ഞ് ഇതുവരെ, ഓക്കെ, അതായത് ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടുത്തെ അമേരിക്ക വാസ് എ ഡിഫറെൻറ്റ് അമേരിക്ക. ഇപ്പം അമേരിക്ക ഇറ്റ്സ് ആ 2001 സംഭവം കഴിഞ്ഞ്, 9/11 സംഭവം കഴിഞ്ഞ്, ഇറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് അമേരിക്ക. ഓക്കെ, അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ UK നടന്ന അങ്ങനെ പല പ്രശ്നങ്ങളും പലയിടത്തും നടന്നു, അല്ലേ? അപ്പോൾ ഇതെല്ലാം നടന്നിട്ട്, ഓക്കെ, നമ്മുടെ കോമൺ സെൻസ് പറയുന്നത് ഇത് ഇസ്ലാമിനെ ആൾക്കാർ വെറുക്കും. ഓക്കെ, ഇസ്ലാമിനെ ആൾക്കാർ തെറ്റിദ്ധരിക്കും, ഇസ്ലാമിൽ നിന്നും ആൾക്കാർ ഓടി മാറും എന്നൊക്കെയാണ് നമുക്ക് കോമൺ സെൻസ് പറയുന്നത്. അത് ശരിയാണ്, ഒരു തരത്തിൽ ശരിയാണ്. അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ണടച്ച് കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ, അതായത് ഇസ്ലാം മോശമാണെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് സമ്മതിച്ചു, ഇസ്ലാം മോശമാണ്, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് ശരിയാണ്. അതായത് എന്തെങ്കിലും കേട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയൊരു ബുക്ക് വായിച്ചു, അത് ശരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഈ 9/11 പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് നമ്മൾ ഇസ്ലാമിൽ നിന്നും വളരെയധികം ദൂരെ കൊണ്ടുപോകും, അത് ഉറപ്പാണ്. അതല്ല, ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പം ഇവിടെ അമേരിക്കൻസിൻ്റെ ഒരു കാര്യം, ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, അത് ആ സംഭവം നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബോധ്യമാകുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പം അധികം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു നല്ലൊരു കൂട്ടം ആൾക്കാർ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ഇതെന്താണ്, ഇതിൻ്റെ പിന്നിൽ ആക്ച്വലി ആരാണ്, ഇത് ഈ പറയുന്ന 19 ആൾക്കാരാണോ, അതല്ല ഇതിനകത്ത് വേറെ എന്തെങ്കിലും നമുക്കറിയാൻ പറ്റാത്ത, നമ്മളിൽ നിന്നും ഒളിപ്പിച്ച് വെക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടോ, ഇതൊന്നും മനസ്സിലാക്കണമല്ലോ. ഇതെന്താണ് സംഭവിച്ചത്, ഇതിങ്ങനെ ഓൾ ഓഫ് എ സഡൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇവരിങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്, ഇവരാണോ ചെയ്തത്, ഇങ്ങനെയുള്ള ഈ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ. ഓക്കെ, എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവെല്ലാവർക്കും ഉണ്ട്, പക്ഷെ എല്ലാവരും ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഈ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ചിന്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അവർ ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പം കുറച്ചുകൂടെ ഇസ്ലാം എന്താണ്, ഇവരാരാണ്, ഇത് മുസ്ലിങ്ങളാണോ ചെയ്തത്, മുസ്ലിങ്ങൾ ആരാണ്, എന്താണ് ഇസ്ലാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ വളരെയധികം ആൾക്കാർ താല്പര്യമായി. അപ്പോൾ പറയപ്പെടുന്നത് മറ്റേ ബുക്ക് സ്റ്റോറിലും അതുപോലെ തന്നെ ഓൺലൈനിലുമൊക്കെ
ഖുർആൻ ൻ്റെ വിൽപ്പന ഭയങ്കരമായിട്ട് വർദ്ധിച്ച് 9/11 കഴിഞ്ഞപ്പം. ഒന്നെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് പറയുന്നത് ആൾക്കാർ ഇതിൽ നിന്ന് ഓടിപ്പോകണം എന്നുള്ളതാണ്. പക്ഷെ നേരെ തിരിച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഖുർആൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് ഇവിടെ 2001 ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഇവിടുത്തെ ഷാർലറ്റിലെ ഈ പരിസരത്തിലുള്ള പല സ്കൂളുകളിലും ചർച്ചുകളിലും ഒക്കെ നമ്മൾ ലെറ്റർ എഴുതി. നമ്മുടെ ഓർഗനൈസേഷൻ്റെ വഴി ഒരു ലെറ്റർ എഴുതി. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ് ഇസ്ലാം എന്നുള്ളത് ഞങ്ങൾ വന്ന് നിങ്ങൾക്ക് ഫ്രീ പ്രസൻറ്റേഷൻ ചെയ്തു തരാം, കാര്യങ്ങൾ സംസാരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉത്തരം തരാം എന്ന് പറഞ്ഞ് നമ്മൾ ലെറ്റർ അയച്ചു കൊടുത്തു. ആ ലെറ്റർ അയച്ചപ്പം ഇതിനകത്ത് പല ആൾക്കാരും പല സ്കൂളുകളും, എല്ലാവരുമല്ല, പല സ്കൂളുകളും പല ചർച്ചുകളും ഞങ്ങളെ വിളിച്ച് ക്ഷണിച്ചു, ടൈം തന്ന്. ഞങ്ങൾ പിന്നെ അവിടെ പോയി പ്രസൻറ്റേഷൻ കൊടുത്തു, അവർക്ക് ചോദ്യോത്തരങ്ങൾ നൽകി, ആൻസർ ചെയ്ത്. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അമേരിക്കയിൽ ഞാൻ ആ സമയത്ത് വന്നത് മുതൽ കാണുന്നൊരു കാര്യം, ഇസ്ലാമിലേക്ക് ഇവിടെ ആൾക്കാർ വളരെയധികം കടന്നു വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും വരുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ ഗ്രൂപ്പിൽ നിന്നാണ്. അതായത് ആഫ്രിക്കൻ അമേരിക്കൻ അറിയാമല്ലോ, ഏകദേശം ഒരു 200 കൊല്ലം മുമ്പ്, 100-200 കൊല്ലം മുമ്പ് ഇവിടുത്തെ വെള്ളക്കാർ ആഫ്രിക്കയിൽ നിന്ന് കുറേയധികം ആൾക്കാരെ ഈ കപ്പലിൽ കയറ്റി അടിമകളായിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, കൊണ്ടുവന്നിട്ട് ഇവിടെ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്ന്, അങ്ങനെയുള്ള ആൾക്കാരാണ് ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ അധികം വന്ന ആൾക്കാരിൽ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, അതായത് ആഫ്രിക്കയിൽ ക്രിസ്തു മതം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു. ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരുടെ പേരൊക്കെ മാറ്റി, അതായത് ഇവരുടെ ലാസ്റ്റ് നെയിമൊക്കെ മാറ്റി, ഇവിടെ ലാസ്റ്റ് നെയിം അമേരിക്കൻ ലാസ്റ്റ് നെയിമായി. ഇപ്പോൾ ഇവിടെ പല ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെയും പേര് ചോദിച്ചാൽ അധികം ആൾക്കാർ, എനിക്ക് തോന്നുന്നൊരു 90% അല്ലെങ്കിൽ 95% ആൾക്കാരുടെ ആ വീട്ടുപേര്, ലാസ്റ്റ് നെയിം അറിയാമല്ലോ, വീട്ടുപേര് ഇവിടുത്തെ അമേരിക്കൻസിൻ്റെ വീട്ടുപേരാണ്. അതായത് സ്മിത്ത് എന്നും ജോൺ എന്നും അങ്ങനെയൊക്കെയാണ്. അതൊന്നുമല്ല ഒറിജിനലി ആഫ്രിക്കയിലുള്ള ആൾക്കാരുടെ ലാസ്റ്റ് നെയിം അങ്ങനെയല്ല വരേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് മട്ടുംബ, ഉട്ടാംബെ, ക്വാമി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയല്ല നമ്മളിവിടെ കാണുന്നത്. എനിവേ, അത് വേറൊരു കഥ. അപ്പോൾ ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് ആൾക്കാരുടെ ഇടയിൽ കുറേയധികം ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ഒന്ന് ആഫ്രിക്കൻ അമേരിക്കൻ, ഇപ്പോൾ ഇവരുടെ നിങ്ങൾക്കറിയാം പല ഫേമസ് പേരുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, മുഹമ്മദ് അലി, നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി, മരിച്ചുപോയ മുഹമ്മദ് അലി ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. മാൽക്കം എക്സ്, അതേപോലെ തന്നെ പല ഫേമസ് ആയിട്ടുള്ള NBA ബാസ്കറ്റ്ബോളിൻ്റെ പ്ലെയേഴ്സ്, ഹക്കീം ഒലജവാൻ, അബ്ദുൽ ജബ്ബാർ, മഹ്മൂദ് അബ്ദുറഊഫ്, ഇങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരാണ്, ആഫ്രിക്കൻ അമേരിക്കൻ. ഓക്കെ, നമ്മളിവിടെ ഏത് പള്ളിയിൽ പോയാലും അവിടെയൊക്കെ നമുക്ക് ആഫ്രിക്കൻ അമേരിക്കൻസിനെ ധാരാളമായിട്ട് കാണാം. പുതിയ ആൾക്കാർ ഇസ്ലാമിലേക്ക് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആഫ്രിക്കൻ അമേരിക്കൻസ്. കൂടാതെ ഈ വൈറ്റ് അമേരിക്കൻസ് അവരും വരുന്നുണ്ട്. അവരിലും വളരെ പേര് കേട്ട ഇവിടുത്തെ സ്കോളേഴ്സ്, അതായത് ഞാൻ പറയുന്നത് സാധാരണ ആൾക്കാരല്ല, അവർ ഇസ്ലാമിലേക്ക് വന്നിട്ട് അവരിൽ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, എസ്പെഷ്യലി വൈറ്റ് അമേരിക്കൻസ്, അവർ ഈ ഇസ്ലാമിൻ്റെ എഡ്യൂക്കേഷനിൽ ഡീപ്പായിട്ട് ഇറങ്ങി അവർ സ്കോളേഴ്സ് ആകുന്നുണ്ട്. ഇവിടെ 1-2 പേരുകൾ ഞാൻ പറയാം. ഒന്ന് ഹംസ യൂസുഫ്, നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഹംസ യൂസുഫ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പീക്കേഴ്സ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടാൽ അറബിക് ഇവർക്കൊക്കെ വളരെ അറബിക്ക് ഫ്ലുവൻ്റാണ്. ഒന്ന്, അറബികൾ സംസാരിക്കുന്നതിനേക്കാളും ഒരുപക്ഷെ നന്നായിട്ട് ഇവർ അറബി സംസാരിക്കും. അറബിയിൽ അവരുടെ ലാംഗ്വേജിൻ്റെ ഗ്രാസ്പ്, ഓക്കെ, അതേപോലെ തന്നെ ഖുർആൻ്റെ നോളജ്. പിന്നെ ഈ ഹംസ യൂസുഫ് സംസാരിക്കുന്നത് കേട്ടാൽ സംസാരിക്കുമ്പം പല തരത്തിലുള്ള പുസ്തകങ്ങൾ, ഇസ്ലാമിക് ബുക്ക് മാത്രമല്ല, അല്ലാതെയും പുസ്തകങ്ങൾ
മൂപ്പര് കോട്ട് ചെയ്യും. അതായത് സംസാരിക്കുന്ന കേട്ടാൽ വളരെ ഇൻഫോർമേറ്റീവാണ്, വളരെ രസകരമാണ് ഹംസ യൂസുഫിൻ്റെ ടോക്ക്. ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഷാർലറ്റിൽ, ഞാൻ താമസിക്കുന്ന സിറ്റിയിലെ ഞാൻ പോകുന്ന പള്ളിയിലെ ഇമാം, അദ്ദേഹത്തിൻ്റെ പേര് ജോൺ എഡർ എന്നാണ്. അയാളൊരു വൈറ്റ് അമേരിക്കനാണ്. ഇദ്ദേഹവും കുവൈറ്റ്, ഈജിപ്തിലൊക്കെ പോയിട്ട് ഖുർആൻ കംപ്ലീറ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്തു. വളരെ നല്ല രീതിയിൽ ഖുർആൻ റിസൈറ്റ് ചെയ്യും. അറബിക്കിൻ്റെ മാസ്റ്ററാണ്, അറബിക് ലാംഗ്വേജിൻ്റെ മാസ്റ്ററാണ്. കൂടാതെ ഇദ്ദേഹം സ്കോളറുമാണ്. നമ്മുടെ പള്ളിയുടെ ഇമാമാണ്. ആക്റ്റീവ്, ഇവിടുത്തെ വൺ ഓഫ് ദ ഗ്രോയിങ് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയുടെ ഇമാമും കൂടെയാണ് ഇമാം ജോൺ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസ് നമ്മുടെ ഇവിടെ കാണാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്യൂ റിസർച്ച് സെൻറ്റർ, ഓക്കെ, പ്യൂ റിസർച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു തിങ്ക് ടാങ്കാണ്. അവരുടെ കണക്ക് പ്രകാരം, ഓക്കെ, 2010 മുതൽ 2020 വരെ സമയത്ത്, അതായത് 10 വർഷത്തെ സമയം, ഓക്കെ, ആ സമയത്തിനിടയിൽ ഇവർ ഒരു സ്റ്റഡി നടത്തി. 201 കൺട്രീസിനെ എടുത്തിട്ട് സ്റ്റഡി നടത്തി. അതിനകത്ത് അവർ കാണുന്നത്, അവരുടെ പറഞ്ഞിരിക്കുന്നത്, മുസ്ലിങ്ങൾ ഈ 10 വർഷത്തെ സമയത്തിൽ 347 മില്യൺ, അതായത് 347 കഴിഞ്ഞിട്ട് നിങ്ങളൊരു 6 പൂജ്യം കൂടെ ഇടുക, 347 മില്യൺ മുസ്ലിങ്ങളാണ് കൂടിയത്, അതായത് 10 വർഷ സമയം കൊണ്ട്. എന്നാൽ അതേ സമയ പീരീഡിൽ ക്രിസ്ത്യൻസിൻ്റെ എണ്ണം കൂടിയത് 122 മില്യണാണ്. അതായത് മുസ്ലിംസ് 3 മടങ്ങ്, ക്രിസ്ത്യൻസിനേക്കാളും 3 മടങ്ങ് കൂടി. എന്നിട്ട് ആ 2020 മുസ്ലിങ്ങളുടെ ടോട്ടൽ എണ്ണം 2 ബില്യണാണ്. 2 ബില്യൺ. ക്രിസ്ത്യൻസ് 2.3 ബില്യൺ. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സംഭവം ഇസ്ലാമിന് മുമ്പ്, അതായത് ജീസസും മോസസും പ്രോഫറ്റ് മുഹമ്മദും നമ്മുടെ കണക്ക് പ്രകാരം എല്ലാവരും ഇസ്ലാമാണ് ഫോളോ ചെയ്തത്. അവർ മുസ്ലിങ്ങളായിരുന്നു, ഇവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു, ഓക്കെ. പക്ഷേ നമ്മളിപ്പോൾ പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുകയാണെങ്കിൽ, അതായത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് 600 കൊല്ലം മുമ്പാണ് ഏകദേശം ജീസസ് വന്നത്. അപ്പോൾ ആ ക്രിസ്ത്യാനിറ്റിക്ക് 600 കൊല്ലത്തെ ബെനഫിറ്റ് ഉണ്ട്. ആ ബെനഫിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് 2020 കാര്യമാണ് പറയുന്നത്. അതായത് മുസ്ലിംസ് ലോകത്തിൽ 2 ബില്യൺ ഉണ്ടെങ്കിൽ ക്രിസ്ത്യൻസ് 2.3 ബില്യൺസേ ഉള്ളൂ, ഓക്കെ. പല കണക്കുകളും പറയുന്നത് മുസ്ലിങ്ങളുടെ എണ്ണം ഇറ്റ് വിൽ വെരി സൂൺ ഓവർടേക്ക് ക്രിസ്ത്യൻസ് എന്നാണ് പറയുന്നത്. അത് ഒരു ഫാക്റ്റാണ്. അത് ഇറ്റ്സ് റിയലി ഹാപ്പനിങ്. ഇന്ന് അമേരിക്കയിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇന്ന് അമേരിക്കയിൽ ഇസ്ലാമാണ്, ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഏത് പള്ളിയിൽ പോയാലും കൺവേർട്ട് മുസ്ലിംസ് എല്ലായിടത്തും ഉണ്ട്. ഇവിടുത്തെ പ്രിസൺ സിസ്റ്റത്തിൽ കോൺവേർട്സ് ഒത്തിരിയുണ്ട്. എല്ലാവരും അറിയാവുന്നൊരു കാര്യമാണ്. ജയിലിനകത്ത് വളരെയധികം കൺവേർഷൻ നടക്കുന്നുണ്ട്. ഇതൊന്നും ബൈ ഫോഴ്സ് അല്ല, ഓക്കെ, മനസ്സിലായില്ല. ഇവിടെ ബൈ ഫോഴ്സ് അല്ല, ആൾക്കാർ അറിഞ്ഞും കൊണ്ടാണ് വരുന്നത്. മാത്രമല്ല പറയപ്പെടുന്നത്, ഈ കോൺവേർട്സ് വരുന്ന ആൾക്കാർ, ഇസ്ലാമിലേക്ക് വരുന്ന ആൾക്കാരിൽ 60% പറയുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഈ ഇസ്ലാം സ്ത്രീകളെ വളരെയധികം ഒപ്രസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ സ്ത്രീകൾ ഇസ്ലാമിനെക്കുറിച്ച് വായിക്കുമ്പം അവർക്ക് മനസ്സിലാകുന്നത് ഇതാണ് ആക്ച്വലി നമുക്ക് ഫോളോ ചെയ്യേണ്ട കാര്യം. ഇതാണ് സ്ത്രീകൾക്ക് ഇതാണ് റൈറ്റ്സും അതേപോലെ തന്നെ റെസ്പെക്റ്റും സ്റ്റാറ്റസും നൽകുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് 60% ഈ കൺവേർട്സ് വരുന്നതിൽ 60% സ്ത്രീകളാണ്. അപ്പോൾ അല്ലാതെ എല്ലാവരും ഈ അമേരിക്കയിൽ ഈ ഇസ്ലാമിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം മണ്ടന്മാരല്ലല്ലോ. അവർ ആലോചിച്ചും ചിന്തിച്ചാണല്ലോ വരുന്നത്. ആരും അവരെ ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങളോ ഒന്നുമില്ലാതെയാണ് അവർ വരുന്നത്, ഓക്കെ. അത് നമുക്ക് ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ്, അതായത് ഇസ്ലാം വാളുകൊണ്ടാണ് ഇസ്ലാം വളർന്നത്, ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിയത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊക്കെ ഓക്കെ, പണ്ടത്തെ കാര്യം നമുക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കത് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അറിയാം അത് തെറ്റാണെന്നുള്ളത് നമുക്കറിയാം, അത് ശരിയല്ല, അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല നമുക്കറിയാം. കാര്യം ഫോർ എക്സാമ്പിൾ ഇന്തോനേഷ്യ പോലെയുള്ള സ്ഥലങ്ങൾ, മലേഷ്യ പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെ ഒന്നും ഒരു പടയാളികളോ ഒരു ആർമിയോ മുസ്ലിം ആർമി പോലും പോയിട്ടില്ല
വെള്ളക്കാരിലും കറുത്ത ആൾക്കാരിലും ഇതെങ്ങനെ വന്ന്, ആരാണ് ഇവരെ, എന്ത് തരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകിയിട്ടാണ് അവർ ഇസ്ലാമിലേക്ക് വരുന്നത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇനി അടുത്തത്, ഞാൻ നേരിട്ട് സംസാരിച്ചപ്പം പല ആൾക്കാരെടുത്തും, ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരെടുത്ത്, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും, അവരെടുത്ത് സംസാരിക്കുമ്പം മെയിൻലി മെജോറിറ്റി ആൾക്കാർ പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, അവർ പറയുന്നത് ഞങ്ങൾ ബൈബിള് വായിച്ചപ്പം കൂടുതൽ കൺഫ്യൂഷൻസായി. ഈ കൺഫ്യൂഷൻ തലയിൽ വെച്ചുകൊണ്ട് നടന്നു. ചർച്ചിൽ പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചർച്ചിൽ പറയുന്നത് 1-2 പ്രാവശ്യം ക്വസ്റ്റ്യനൊക്കെ ഓക്കെ, പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം നിങ്ങൾ ചോദിക്കരുത്, അധികം ക്വസ്റ്റ്യൻ ചോദിക്കരുത്, ഹാവ് ഫെയ്ത്ത്, ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്, ഹാവ് ഫെയ്ത്ത്, കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ശരിയല്ല, നിങ്ങൾ വിശ്വസിച്ചോളണം എന്ന് ബൈ ഫോഴ്സ് പറയുന്നു. ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് തലയിൽ സ്വൈര്യം കിട്ടുന്നില്ല. എന്താണ് ഈ ഉത്തരങ്ങളില്ല, ചോദ്യമുണ്ട് ഉത്തരവില്ല, അങ്ങനെയുള്ള പ്രശ്നം. അപ്പം അധികം ആൾക്കാർ പറയുന്നൊരു സംഗതി, ഈ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ, അത് ആക്ച്വലി ബൈബിളിൽ ഇല്ല. ട്രിനിറ്റി എന്ന് പറയുന്ന സംഭവം ബൈബിളിൽ ആ വേർഡ്, ആ പദം, ട്രിനിറ്റി എന്നുള്ള പദം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബൈബിളിൽ അങ്ങനെ സംഭവമില്ല, പക്ഷെ എന്നാൽ ഖുറാനിലുണ്ട്. പക്ഷെ ഖുറാൻ പറയുന്നതാണ്, നിങ്ങൾ ട്രിനിറ്റി എന്ന് പറയരുത്, ത്രിയേകത്വം എന്ന് നിങ്ങൾ പറയരുത് എന്ന് ഖുറാൻ പറയുന്നു. ബൈബിളിലാണെങ്കിൽ അങ്ങനെ ഒരു വേർഡ് തന്നെ ഇല്ല. ഇനി ബൈബിളിൽ ഉള്ളത് ഫസ്റ്റ് ജോൺ എന്ന് പറയുന്ന എപ്പിസിൽ, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 7, ചാപ്റ്റർ 5 വേഴ്സ് 7, അതിനകത്ത് പറയുന്നത്, ഫോർ ദെയർ ആർ 3 that bear record in the heaven, the Father, Son and the Holy Ghost, and these 3 are one. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. ഈ 3 കാര്യങ്ങൾ, ഫാദർ, സൺ ആൻഡ് ഹോളി ഗോസ്റ്റ്, ഈ 3 കാര്യങ്ങളാണ് ഹെവനിലുള്ളത്. ദീസ് 3 are one. ഓക്കെ. പക്ഷേ എൻ്റെ അടുത്ത് വീട്ടിൽ NIV എന്നുള്ളൊരു ഒരു ബൈബിളുണ്ട്, NIV, ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ. അതിനകത്ത് ആ വേഴ്സ് ഇല്ല. അത് അവർ കുറിപ്പിൽ ബോട്ടമിൽ ഫുട് നോട്ടിൽ പറയുന്നത്, ഈ സംഗതി, ഈ വേഴ്സ് 16ാം സെഞ്ച്വറിക്ക് നൂറ്റാണ്ടിന് മുമ്പ് ഇങ്ങനൊരു വേഴ്സ് ഉണ്ടായിരുന്നില്ല. അതായത് ആരോ അതിനകത്ത് കയറ്റിയതാണ്. ബൈബിളാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്, ബൈബിളാണ് പറയുന്നത്. ഇത് ആരോ ഇതിനകത്തോട്ട് കയറ്റിയതാണ്. അപ്പോൾ ഇത് കയറ്റാനുള്ള ഈ പെർമിഷൻ ആരാ കൊടുത്തത്? ദൈവത്തിൻ്റെ ബുക്കെന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഇത് കയറ്റാനുള്ള പെർമിഷൻ ആരാ കൊടുത്തത്? കയറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ അമേരിക്കയിൽ ഒരു പറച്ചിലുണ്ട്, അതായത് ഷൂട്ടിംഗ് ഓൺ ദ ഫുട്ട് എന്ന് പറയും. അതായത് നമ്മൾ അറിയാതെ നമ്മുടെ തന്നെ കാലിൽ വെടിവെക്കുക. നമ്മുടെ കാലിൽ തന്നെ നമ്മൾ വെടിവെച്ചാൽ പിന്നെ നമുക്ക് നീങ്ങാൻ പറ്റത്തില്ലല്ലോ, മനസ്സിലായില്ലേ? ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിനിറ്റി പോലെയുള്ള സംഭവങ്ങൾ, ട്രിനിറ്റി ഒരു ഉദാഹരണമാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും നോക്കാം. നമ്മുടെ ഈ ക്രിസ്തീയ മതം ഫോളോ ചെയ്യുന്ന ആൾക്കാർ, നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. നമുക്കെല്ലാവർക്കും നമ്മുടെ ഫാമിലി ഫോളോ ചെയ്യുന്ന റിലീജിയൻ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിനോട് സ്നേഹം ഉണ്ടാവും. അത് പിന്നെ ക്രിസ്ത്യൻസിനുമുണ്ട്, മുസ്ലിങ്ങൾക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ട്, അല്ലേ? എല്ലാവർക്കും, ഹിന്ദുക്കൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഡോക്ട്രിൻ വന്നതോടുകൂടി ഒരു കൂട്ടം ആൾക്കാർക്ക് ചിന്തിക്കാൻ, സ്വാതന്ത്ര്യമായിട്ട് ചിന്തിക്കാൻ കഴിവും താല്പര്യമുള്ള ആൾക്കാർ ഇത് വായിക്കുമ്പം ഇത് മനസ്സിലാകുന്നില്ലല്ലോ, ഇതെന്താണ് ഈ സംഭവം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ബൈബിളിൽ ഇങ്ങനെയുള്ള ഇൻ്റർപൊലേഷൻ, ബൈബിളിൽ ഇങ്ങനെയുള്ള കൈകടത്തലുകൾ കാണുമ്പോൾ അപ്പം തന്നെ ആൾക്കാർ ഓടിപ്പോകത്തില്ല. ഇപ്പോൾ ഈ ഒരു വേഴ്സ് നമ്മൾ പറഞ്ഞ് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 7 ഇത് കയറ്റിയതാണെന്ന് ബൈബിൾ തന്നെ പറയുകയാണെങ്കിൽ, ഇനി ബാക്കി ഏതൊക്കെ വേഴ്സ് കയറ്റിയതാണ്, ഏതൊക്കെ ഇറക്കിയെന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഈ പ്രശ്നം ചിന്തിക്കുന്ന ആൾക്കാർ അത് അവിടെ വെച്ച് നിർത്തിയിട്ട് പറയും, എനിക്കിത് പിടിക്കത്തില്ല, എനിക്കിത് മുമ്പോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് ഉത്തരം കിട്ടണം, മനസ്സിലായില്ല? അങ്ങനെയുള്ള ഒരു ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് വരും. രണ്ടാമത്തെ കാര്യം, ചിന്തിക്കാത്ത ആൾക്കാർ, അതായത് ഇതിപ്പം എനിക്ക് സ്നേഹമുള്ള ഇതാണ്, ഞാൻ ഇതിൽ പെട്ടതാളാണ്, എൻ്റെ വീട്ടിൽ ഇതാണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടി പിന്നെ ഒഴിവഴികൾ പറയുക, അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾസ് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അവിടെ സ്റ്റക്കായിപ്പോവും, അവർക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്.
ഇത് നമ്മൾ എവിടെ പെടുന്നു എന്നുള്ളത് ആലോചിച്ചിട്ട് നമുക്ക് എന്താണ് ശരിയും എന്താണ് തെറ്റെന്ന് കണ്ടുപിടിക്കാനും അത് തെറ്റാണെന്ന് കണ്ടാൽ അത് പറയാനുള്ള നമുക്ക് കേൾപ്പ് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ആൾക്കാർ ദേ ആർ ഫ്രീ ടു ഡിസ്കസ്, ദേ ആർ ഫ്രീ ടു ടോക്ക്. ഇതിന് എന്ത് സംഭവിച്ചാൽ ഈ സംഭവം കാരണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇവിടെ ഒട്ടധികം ആൾക്കാർ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് എന്ന് പേരുള്ള ആൾക്കാർ, ക്രിസ്ത്യൻ ഫാമിലി ജനിച്ച ആൾക്കാർ, അവർ മതം വിട്ടു പോവാണ്. കാര്യം അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇതവർക്ക് പിടിക്കുന്നില്ല, അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അങ്ങനെ ഇവിടുന്ന് വിട്ട് യുക്തിവാദികളായി പോകുന്നുണ്ട്. കാര്യം അവിടെയാണ് അവർക്ക് കുറച്ചുകൂടെ സെൻസായിട്ട് തോന്നുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ ഒരു പ്രത്യേകിച്ച് എസ്പെഷ്യലി ഈ നോർത്ത് കരോളൈന, ഞാൻ താമസിക്കുന്ന സ്റ്റേറ്റ്, ഇതേപോലെ തന്നെ സൗത്ത് കരോളൈന, പിന്നെ അലബാമ, ഈ താഴെ US മാപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്സ്, സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്സ്, ഇവിടെ ഇതിന് പറയുന്നൊരു പേരുണ്ട്, ബൈബിൾ ബെൽറ്റ് എന്നാണ് പറയുന്നത്. ബൈബിൾ ബെൽറ്റ്. നിങ്ങൾ ഒരുപക്ഷെ ബില്ലി ഗ്രാമിനെ കേട്ട് കാണും. ഓക്കെ, നമ്മൾ നാട്ടിൽ ബില്ലി ഗ്രഹാം എന്ന് പറയും, ബില്ലി ഗ്രഹാം. പക്ഷേ ഇവിടെ ഗ്രഹാമിന് ഗ്രാം എന്നാണ് പറയുന്നത്, ബില്ലി ഗ്രാം ആക്ച്വലി താമസിച്ചിരുന്നത് ഇവിടെ ഞാൻ താമസിക്കുന്ന സിറ്റിയിലാണ്, ഇവിടെ ഷാർലറ്റിലാണ്. ബില്ലി ഗ്രാമിന് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ഒരു സമയത്ത് ഞാൻ വന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട്, അത് 10-20 കൊല്ലം മുമ്പുള്ള കാര്യമാണ്, എയർപോർട്ടിൽ വെച്ച് ഒരു പ്രാവശ്യം ഒരു മലയാളി ക്രിസ്ത്യൻ ഫാമിലിയെ കണ്ട്. ഏത് എയർപോർട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവരുടെ അടുത്ത് ഷാർലറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവർ ചോദിച്ചത്, നിങ്ങൾ ബില്ലി ഗ്രാമിൻ്റെ സിറ്റിയിലാണ്. അപ്പോൾ ബില്ലി ഗ്രാം വളരെ പോപ്പുലറാണ്. ഓക്കെ, ബില്ലി ഗ്രാമിൻ്റെ സിറ്റിയാണ് ഷാർലറ്റ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ എന്ന് പറയാം, അര കിലോമീറ്ററിന് ചർച്ചുകൾ കാണാം. ഇതെല്ലാം ചർച്ചുകൾ പല ഡിഫറെൻ്റ് വിഭാഗക്കാരുടെ, അതായത് തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ പല തരത്തിലുള്ള ടീച്ചിങ്സ് പഠിപ്പിക്കുന്ന, അതായത് അവരുടെ ഡോക്ട്രിൻസിലും വ്യത്യാസമുള്ള ആൾക്കാർ, അതായത് പല തരത്തിലുള്ള ചർച്ചുകൾ, അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ. ഇത് ഒരു സ്ട്രീറ്റിൽ പോയാൽ തന്നെ ഇവിടെ ഒരു ചർച്ച്, അവിടെ ഒരു ചർച്ച്, ഇവിടെ ഒരു ചർച്ച്, ഇവിടെ ഒരു ചർച്ച്, ഇങ്ങനെ ചർച്ചിൻ്റെ ബഹളമാണ്. ഇതെല്ലാം ഇൻഡിവിജ്വൽ ചർച്ചസ് ആണ്, ഒരു തരത്തിലുള്ള ഒരു ബന്ധവുമില്ല. മാത്രമല്ല ഇവിടെ പറയപ്പെടുന്നത്, ഈ ഞായറാഴ്ച ദിവസം ഈ ക്രിസ്ത്യൻ പള്ളികളിൽ പ്രാർത്ഥന നടക്കുന്ന സമയം, ആ സമയത്താണ് ഇവിടെ ഈ കൺവേർട്ട് മുസ്ലിം ഒരാൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അത് ഒരു വലിയ ശതമാനം അത് ട്രൂ ആണ്. അമേരിക്ക ഏറ്റവും കൂടുതൽ ഡിവൈഡഡ് ആയിരിക്കുന്ന ഒരു സമയമാണ് ആ ഞായറാഴ്ച രാവിലെ. കാര്യം ഈ പല ചർച്ചുകളും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് ബന്ധമില്ല, എല്ലാവരും അവരവരുടെ തരത്തിലുള്ള സമീപനങ്ങൾ, അവരവരുടെ തരത്തിലുള്ള പാഠങ്ങൾ, ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ആൾക്കാർക്ക് പിടിക്കുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം, അപ്പലാച്ചിയൻ സ്നേക്ക് ഹാൻഡ്ലേഴ്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. യൂട്യൂബിലുണ്ട്, കുറേ വീഡിയോസ് കാണാം. അതായത് വിഷപ്പാമ്പിനെ കയ്യിലെടുത്തിട്ട് തുള്ളുന്ന ആൾക്കാരുണ്ട്. കാരണം ജീസസ് ക്രൈസ്റ്റ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ പാമ്പ് കടിച്ചാൽ നിങ്ങൾ മരിക്കത്തില്ല, വിഷം കുടിച്ചാൽ നിങ്ങൾ മരിക്കത്തില്ല. ഇത് ബൈബിളിലുള്ളതാണ്, മനസ്സിലായി? അപ്പോൾ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ ആൾക്കാർ വിഷപ്പാമ്പിനെ കയ്യിൽ വെച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. എത്രയോ ആൾക്കാർ പാസ്റ്റേഴ്സ്, ഈ ചർച്ചസിൻ്റെയൊക്കെ പാസ്റ്റേഴ്സ് മരിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. ഇത് കാരണമായിട്ട് ആൾക്കാർ ഈ പറയുന്ന പോലെ ഈ ഷൂട്ടിംഗ് ഇൻ ദ ഫുട്ട് എന്ന് പറയുന്ന സിറ്റുവേഷനാണ് ഈ ട്രിനിറ്റി പോലുള്ള ഡോക്ട്രിൻസ്, പടച്ചവൻ കൽപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ എഴുതി ആഡ് ചെയ്തിട്ട്, അത് നമുക്ക് തന്നെ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന ആ സിറ്റുവേഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി. അപ്പോൾ അതിൽ നിന്ന് ഇനി ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇതൊക്കെ എൻഗ്രേവ് ആയിപ്പോയി. അപ്പോൾ നമുക്കെല്ലാവർക്കും ചിന്തിക്കാനും കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി വായിച്ച് പഠിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പറയുന്നു.
ഖുർആൻ എടുത്തു പറയുന്ന ഒരു സംഭവമാണ് ഡു നോട്ട് സേ ട്രിനിറ്റി. നിങ്ങൾ ത്രിയേകത്വം എന്ന് പറഞ്ഞു പോകരുത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. ദൈവത്തിൻ്റെ മകൻ, പിന്നെ പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ഇത് എങ്ങനെ ഒന്നാവും? ദൈവം അവിടെ ഉണ്ട്, ദൈവത്തിൻ്റെ മകൻ ഇവിടെ വന്നു. ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് തന്നെ അത് ശരിയാവുമോ? ദൈവത്തിന് മകനാണ്, അപ്പം മകളില്ലേ, മകൻ ഈ മകൻ വന്നു. ഇപ്പം മകൻ വന്നു. ഇപ്പം ഞാൻ അതും ഒരു കാര്യം പറയാം. വന്ന സമയത്ത് ഒരു എയർപോർട്ടിൽ, ഡാലസ് ടെക്സസിലാണെന്ന് ഓർമ്മ, അല്ല ഡാലസ് ഫോർട്ട് വർത്ത്, അത് തന്നെ, ഡാലസ് ഫോർട്ട് വർത്ത് എയർപോർട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം നടന്ന് എയർപോർട്ടിനകത്ത് ഒരു കോൺകോഴ്സ് നടക്കുമ്പം അവിടെ ഒരു ടേബിളിൽ ഈ ബൈബിളിൻ്റെ ഈ സുവിശേഷം പറയുന്ന ആൾക്കാരുടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിൽ പലതരത്തിലുള്ള ബ്രോഷേഴ്സ് വെച്ചിട്ടുണ്ട്. അതായത് ജീസസ് ക്രൈസ്റ്റിനെ പരിചയപ്പെടുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ, ചെറിയ ചെറിയ ബുക്ക്ലെറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ സ്പാനിഷ് ആൾക്കാർക്ക് കൊടുക്കുന്ന പുസ്തകത്തിനകത്ത് ആ ജീസസിൻ്റെ കളറ് അവരുടെ കളറുമായിട്ട് ബന്ധപ്പെട്ട, കറുത്ത ആൾക്കാർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആ ജീസസ് ഒരു അല്പം കറുപ്പിച്ചാണ് കൊടുക്കുന്നത്, വെളുത്ത ആൾക്കാർക്ക് ജീസസ് ഒരു വെളുപ്പിച്ചു. ഇതെന്താണിത്? അപ്പോൾ ജീസസ് ദൈവത്തിന് മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മകൻ ഏതാണ്? അത് ഏഷ്യക്കാരനാണോ, നമ്മളെപ്പോലുള്ള ആൾക്കാരാണോ, അല്ല മലയാളികൾ തമിഴ്നാട് പോലുള്ള ആൾക്കാരാണോ, ആളാണോ, അതല്ല വെള്ളക്കാരനാണോ, അല്ല കറുത്ത വർഗ്ഗക്കാരാണോ? ഇതെല്ലാം കോംപ്ലിക്കേഷനായി. ദൈവത്തിന് കളറില്ല, ദൈവത്തിന് ഭാഷയില്ല, ദൈവത്തിന് പ്രത്യേക ഒരു എന്താ പറയുക നാഷണാലിറ്റി ഇല്ല. ദൈവമാണ്. അപ്പോൾ ദൈവം വേറെ, സൺ വേറെ, പരിശുദ്ധാത്മാവ് വേറെ. ഇത് മൂന്നും കൂടെ ഒന്നാകാന്ന് വെച്ചാൽ ഇത് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഈ ഒരു സംഭവം തന്നെ പല ആൾക്കാരും ബൈബിളിനെയും ദൈവത്തെയും ചർച്ചിനെയും വിട്ടു പോയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഷാർലറ്റിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ അറിവിൽ അറ്റ്ലീസ്റ്റ് 2 ക്രിസ്ത്യൻ പള്ളികൾ ഇപ്പം മുസ്ലിം പള്ളികളാണ്. അവർ വിൽക്കുന്നു. 2 ക്രിസ്ത്യൻ പള്ളികൾ വിറ്റിട്ട് അത് മുസ്ലിം പള്ളികളായി. ഇതുപോലെ ഇവിടെ ആയിരക്കണക്കിന് US-ൽ, അമേരിക്കയിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ പള്ളികൾ വിറ്റിട്ട് അത് മുസ്ലിങ്ങൾ വാങ്ങിച്ച് അത് പിന്നെ മുസ്ലിം പള്ളികളാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സംഭവം. ഇത് ഫാക്റ്റാണ്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ഞാൻ പറയുന്നതൊന്ന് ആലോചിച്ച് നോക്കുക. ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത്? ഈ ഇസ്ലാമിലേക്ക് വരുന്ന ആൾക്കാർ എല്ലാം മണ്ടന്മാരാണോ? ഒന്നും വായിക്കാതെ, അറിയാതെ, മനസ്സിലാക്കാതെയാണോ വരുന്നത്? ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും. മേ ഗോഡ് ബ്ലസ് യു.